നമ്മുടെ മാധ്യമങ്ങളെല്ലാം കൊലപാതകത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഏറ്റവും അവസാനമായി ചർച്ച ചെയ്യുന്നത് തിരുവനന്തപുരം വെള്ളറടയിലുള്ള പ്രജിൻ ജോസ് എന്ന് പറയുന്ന MBBS കഴിഞ്ഞ മിടുക്കനായ വിദ്യാർത്ഥിയെക്കുറിച്ചാണ്. ആ വിദ്യാർത്ഥി ആരാണെന്നറിയണ്ടേ? ആ വിദ്യാർത്ഥി പാരമ്പര്യ പെന്തക്കോസ് ചർച്ചിൽ കൈയടിച്ച് ആരാധിച്ച് പ്രാർത്ഥിക്കുന്ന, അഭിഷേകം പ്രാപിച്ച താലന്ത് ട്രസ്റ്റിൽ ഏറ്റവും ഉന്നതനായ വിദ്യാർത്ഥി. ന്യൂ ജനറേഷനെ കുറ്റം പറയുന്ന പാസ്റ്റർമാർ ചെവി തുറന്ന് കേട്ടോണം. അഭിഷക്തന്മാരെയും പ്രവചനങ്ങളെയും കുറ്റം പറയുന്ന ദൈവദാസന്മാരും ഓൺലൈനിൽ അഭിഷക്തന്മാരെ വിമർശിക്കുന്നവരൊക്കെ രണ്ട് ചെവിയും തുറന്ന് ഈ സംഭവം കേട്ടോണം. അവിടുത്തെ ഒരു കർത്തൃദാസനോട് പറഞ്ഞത്, ഈ മകൻ നന്നായി പ്രസംഗിക്കും, അവർക്ക് പ്രബോധനമെന്നാണ് പറയുന്നത്. എല്ലാ ഞായറാഴ്ചയും പ്രബോധനമുണ്ട്. അവൻ പ്രബോധിപ്പിക്കും ബൈബിളെടുത്ത്. ഏറ്റവും പഠിക്കാൻ മിടുക്കനായ വിദ്യാർത്ഥി. MBBS പാസ് ഔട്ടായതാ ആ കുട്ടി. 5 വർഷമായി സ്വന്തം പെറ്റ അമ്മ അവൻ്റെ മുറിയിൽ കയറിയിട്ട്, അമ്മ താഴത്തെ പടി, വലിയ വീടാകട്ടോ, താഴത്തെ പടി ചവിട്ടുമ്പോൾ അവൻ ഇറങ്ങി വന്ന് തള്ളയെ തല്ലും. 5 വർഷം അവരാരോടും പറഞ്ഞില്ല. ഒരു കാര്യം, നിങ്ങളുടെ മകന് പ്രശ്നമുണ്ടെങ്കിൽ, മകൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുന്നവരോട് പറയണം. വീടിനകത്ത് ഒതുക്കരുത്. ആ സംഭവ പരമ്പര വായിച്ചു കേൾപ്പിക്കാൻ തുടങ്ങുക. മിനിങ്ങാന്ന് സന്ധ്യയ്ക്ക് ഒരുമിച്ചവർ ആഹാരം കഴിച്ചു. അവൻ്റെ മുറിയിലേക്ക് കയറിപ്പോയി. ഒന്നുകൂടെ അവൻ തിരിച്ചിറങ്ങി വന്നു. പിന്നെയും കയറിപ്പോയി. തിരിച്ചിറങ്ങി വന്ന് കിടന്ന് പകുതി മയക്കത്തിൽ ഉറങ്ങുന്ന അപ്പൻ്റെ പുറത്തേക്ക് വെട്ടി. അപ്പൻ ഉറക്കം നിലവിളിച്ചു. നിലവിളിയുടെ ശബ്ദം കേട്ടുകൊണ്ട് അടുക്കളയിൽ നിൽക്കുന്ന അമ്മ ഓടി വന്ന് അവൻ്റെ ബെന്നിനെ പിടിച്ചു. ബെന്നിൻ കീറിപ്പോയി. എന്നിട്ട് അപ്പനോട് പറഞ്ഞു, ഓടിക്കോളാൻ പറഞ്ഞു. ഫ്രണ്ടിലത്തെ കതവടച്ചേക്കുക, പുറലത്തെ കതവടച്ചേക്കുക. പുറലത്തെ വാതിൽ തുറക്കാനുള്ള വെപ്രാളത്തിൽ അവിടെ കിടന്നൊരു കത്തിയെടുത്ത് അപ്പനെ തലങ്കം വിലങ്കം വെട്ടി. അപ്പൻ താഴേക്ക് വീണു. അമ്മ അവനെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം, തലേ ദിവസം രാത്രിയിൽ അവരൊരുമിച്ച് കഴിച്ച ആഹാര പദാർത്ഥം, അതായത് തണ്ണിമത്തൻ, അവർ മുറിക്കാൻ ഉപയോഗിച്ച ഒരു കത്തി അവനെടുത്ത് അപ്പൻ്റെ കഴുത്ത് മുറിച്ചു കളഞ്ഞു. വെള്ളറടയിൽ പെന്തക്കോസ്, പുരാതന പെന്തക്കോസ്ത് കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ചെറുപ്പക്കാരൻ്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ചെവി തുറന്ന് ദൈവമക്കൾ കേൾക്കണം. കുറ്റം പറയുന്നവർ, വിമർശിക്കുന്നവർ കേൾക്കണം. യൂട്യൂബിൽ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ചെറുപ്പക്കാരൻ, ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരൻ, ഇന്നവൻ വന്നിട്ടുണ്ട്. അവൻ ലഹരി ഉപയോഗിച്ച് അവൻ്റെ അപ്പനെ ഉപദ്രവിച്ചു, അമ്മയെ വെട്ടി. നിങ്ങൾക്കറിയാമോ, കഴിഞ്ഞ ദിവസം അവൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, നിങ്ങളുടെ അവിടെ എന്ന് കയറിയോ അന്ന് തൊട്ട് എൻ്റെ മകന് സ്വസ്ഥതയുണ്ട്. ഞാൻ 3 ദിവസമായിട്ട് ഇതിൻ്റെ പുറകിലാണ്. ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഈ ചെറുപ്പക്കാരൻ എവിടെയാണ്, ഏത് പള്ളിയിലാണ് കൂടുന്നത്, ഇവൻ എങ്ങനെയാണ്, ഇവനെക്കുറിച്ച് അറിയാൻ വേണ്ടി അവിടെയുള്ള പാസ്റ്റർമാരുമായിട്ട് ബന്ധപ്പെട്ടു. അങ്ങനെ അവിടുത്തെ ഒരു കർത്തൃദാസനാണ് എന്നോട് പറഞ്ഞത്, പാസ്റ്ററെ, എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം, അവർ ഇന്ന ചർച്ചിലാണ്. ചർച്ചിൻ്റെ പേരെടുത്ത് പറഞ്ഞ് തേജോവധം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് പാരമ്പര്യ ചർച്ചിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. പാരമ്പര്യ പെന്തക്കോസുകാർ ഒരു കാര്യം അറിഞ്ഞോണം, 10 മണിക്ക് കൂടി 12:30 യോഗം നടത്തിയ പിള്ളേർക്ക് ഇൻട്രസ്റ്റ് ഇല്ല യോഗത്തിന് വരാൻ. അതിനകത്ത് പ്രവചനം വേണം, അതിനകത്ത് ദൈവകൃപ വ്യാപരിക്കണം, അതിനകത്ത് ഭൂതശാന്തി ഉണ്ടാകണം, അതിനകത്ത് ബന്ധനങ്ങൾ അടിയണം. പൈശാചിക ശക്തികളെ അടിച്ചുവിടാൻ പ്രാപ്തിയുള്ള ദൈവത്തിന്റെ വചനത്തിന്റെ പവർ ദൈവത്തിന്റെ ആരാധനയിൽ വെളിപ്പെട്ടു വരണം. എയർപോർട്ടിലെ ജീവനക്കാരൻ കേരളത്തിന്റെ കൂടെ, എയർപോർട്ടിലെ ജീവനക്കാരൻ, രോഗത്തിന്റെ പേര് സീസോഫീമിയ. ഇന്ത്യയെ 4 പേർക്ക് സീസോഫീമിയ. ഏത് വർഷം? 1980. 1983 ഇന്ത്യ 3 പേർക്കാണ് ഈ സീസോഫീമിയ എന്ന് പറയുന്ന അസുഖം ഉണ്ടായിരുന്നത്. സീസോഫീമിയ എന്ന് പറഞ്ഞ പച്ചയ്ക്ക് ഭ്രാന്ത്, അല്ലയോ? പച്ചയ്ക്ക് ഭ്രാന്ത് എന്ന് വെച്ചാൽ കുടിച്ചില്ലേ ഭ്രാന്തായിരുന്നു. ഇന്ന് കൃപയാൽ യേശുവിൻ്റെ നാമത്തെ ഉയർത്തുക.
ഒരു കരയുന്ന പ്രാർത്ഥിക്കുന്ന ഒരു അമ്മ, ഭാര്യ കൂടെ ഉണ്ട്. ആ പ്രാർത്ഥനയുടെ പവർ ആ കാര്യങ്ങൾ തിരിച്ചു കൊണ്ടുവന്നേ. നിങ്ങൾക്കറിയോ, ഈ പ്രായമുള്ള മനുഷ്യൻ രാവിലെ എഴുന്നേറ്റ് എൻ്റെ കൂടെ ആരാധനയ്ക്ക് വരും. ഞാൻ പോകുന്ന എല്ലാ സ്ഥലത്തും സാക്ഷ്യം പറയാൻ എൻ്റെ കൂടെ ഉണ്ട്. അവിടെ പാട്ടുപാടി ചാടി തുള്ളി ദൈവത്തെ ആരാധിക്കും. യേശു വിടുവിച്ചാന്ന് പറയാൻ ഞാൻ ആദ്യം സാക്ഷ്യം പറഞ്ഞപ്പോൾ പുള്ളിയോട് പറഞ്ഞു പ്രാന്താന്ന് പറയണ്ട. അന്നേരം പുള്ളി എന്നോട് പറഞ്ഞു റിപ്പോർട്ടൊക്കെ വീട്ടിൽ ഇരിപ്പുണ്ട്. 4 പേർക്കായിരുന്നു പ്രാന്ത്, 3 പേരും ചത്തുപോയി. ഞാനിപ്പോ ജീവിക്കുന്ന യേശു ഉള്ളതുകൊണ്ടാ. പ്രജത്തിനെ രക്ഷിക്കാൻ പറ്റിയില്ല. ഞാൻ ഉറപ്പായിട്ടും പറയുന്നു, ഈ പുസ്തകത്തിന്റെ വെളിച്ചത്തിൽ പ്രതിശ്രേ ഞങ്ങളുടെ കൈ കിട്ടി അവനെ ഞങ്ങൾ രക്ഷപ്പെടുത്തിയാലും ഏതു ബന്ധനോ അഴിക്കാൻ കരുത്തുള്ള ദൈവം ഞങ്ങൾ ആരാധിക്കുന്ന ദൈവം. ഞങ്ങളിത് വെറും വാക്ക് പറയല്ല. പ്രതിത്തിന്റെ ഒരു ഏറ്റവും അടുത്ത റിലേറ്റീവ് എന്നെ വിളിച്ചു പറഞ്ഞൊരു കാര്യമാണ് ഈ അപ്പനെ കൊന്ന ഈ കഥ. ഇന്ന് രാവിലെ ദൈവത്തിന്റെ മുമ്പിൽ എത്ര സമയം ഞാൻ കരഞ്ഞെന്ന് എനിക്കും ദൈവത്തിന് മാത്രമേ അറിയൂ. അദ്ദേഹത്തിന്റെ അമ്മ ഒരു ഇന്റർവ്യൂ പറഞ്ഞു. എന്നാന്നറിയോ, അവനെ ജയിലിൽ നിന്ന് വിടല്ല, ജയിലിൽ നിന്ന് വിട്ട എന്നെ കൊല്ലും. പെന്തക്കോസ്തുകാരി അമ്മയുടെ രോദനമായ വാക്കാ. കരഞ്ഞു ഞാൻ ആ വാക്ക് കേട്ടിട്ട്. പ്രിയരെ, നമുക്ക് ഒരു കാര്യം ഞാൻ പറയാ, നിന്റെ കൊച്ചെത്ര സമർത്ഥനാണെങ്കിലും പുസ്തകമില്ലെങ്കിൽ, ദൈവത്തിന്റെ സാന്നിധ്യമില്ലെങ്കിൽ, ദൈവത്തിന്റെ കൃപയില്ലെങ്കിൽ, എന്നില്ലെങ്കിലും അവന് കൃപ വ്യാപരിക്കണം, എന്നില്ലെങ്കിലും ദൈവശക്തി വ്യാപരിക്കണം. ഈ ചെറുക്കൻ കഴിഞ്ഞ 5 വർഷമായിട്ട് അവന് പ്രാർത്ഥനകളുടെ വിരസമാണ്. ആരാധനയ്ക്ക് പോകാൻ താല്പര്യമില്ല, സ്തുതി സ്തോത്രങ്ങൾക്ക് പങ്കെടുക്കാൻ താല്പര്യമില്ല, അന്വേഷിക്കാൻ പാസ്റ്റർമാർക്കും താല്പര്യമില്ല. ഒരാമയും പറഞ്ഞേ. ഒരു കാര്യം കൂടെ, വലിയ 2 നില വീടാ, മനോഹരമായ വീട്. ഞാനങ്ങനെ ഈ വീടിനെ കുറിച്ചൊക്കെ പറയുന്നതെന്നാണ്. അത് മറ്റൊരു ചരിത്രമാണ്, അത് പറയാം പിന്നീട്. ഒരു കാര്യം കൂടെ ഓർത്ത് വെച്ചോണം, ദൈവം എന്ന് പറയുന്ന ആള് വിശ്വസ്തനാണ്. എല്ലാ മാതാപിതാക്കളും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മക്കളുടെ കൊലപാതക പരമ്പരകളാ. നിങ്ങളുടെ പിള്ളേരുടെ റൂം പരിശോധിക്കണം, പുസ്തകം പരിശോധിക്കണം, ബാഗ് ഒന്ന് ചെക്ക് ചെയ്യണം. അമ്മമാരോട് 1-2 കാര്യം പറയുക. കൊച്ചിൻ്റെ സ്വഭാവ രൂപീകരണം 25-ാമത്തെ വയസ്സിലല്ല, 5 വയസ്സിന് താഴെയാ. 5 വയസ്സിന് താഴെ കൊച്ചിന് തലച്ചോറ് ബ്ലാക്ക് ബോർഡ് പോലെയാണ്. എഴുതി തുടങ്ങുന്ന അവിടെയാണ്. ചുറ്റുപാടുകൾ എഴുതും, നിന്റെ വീടെഴുതും, നിങ്ങൾ പറയുന്ന വാക്കുകൾ എഴുതും. അമ്മമാർ കേൾക്കണം. നിങ്ങളുടെ മക്കളെ ശരിയാക്കാൻ പറ്റിയില്ല, സാരമില്ല, കൊച്ചുമക്കളെ ശരിയാക്കാം. ഒരാമൻ പറഞ്ഞേര്. ഒരു കാര്യം കേട്ടോ, ഇനിയും ഇത് ഞാനിപ്പോൾ പറയുന്ന സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളാ. വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നൊരു വാക്ക് പറയുകയാ, യൗവനക്കാരാ, നിന്റെ യൗവനത്തിൽ നിന്റെ സൃഷ്ടാവിനെ അറിഞ്ഞുകൊള്ളണം. ദുർദിവസങ്ങൾ വരുമെന്ന് ഓർത്തോണം. എത്ര അവൻ ആരോഗ്യമുണ്ടെങ്കിലും, എത്ര ബലമുണ്ടായാലും തിന്മ നിനക്ക് ദോഷമാണ്. മൂത്തവരെ ബഹുമാനിക്കണം, മുതിർന്നവരെ ബഹുമാനിക്കണം, അവൻ അഭിഷക്തന്മാരെ ബഹുമാനിക്കണം. ദൈവമുള്ള അഭിഷക്തന്മാരുടെ മുൻപിൽ പ്രാർത്ഥിക്കാൻ ചെന്ന് നിൽക്കണം. നിന്റെ വീട്ടിൽ പ്രാർത്ഥന ഉണ്ടാകണം. അമ്മമാരോടുള്ള വാക്ക്, വീടിനകത്ത് പിള്ളേരെ കയറ്റി കേൾക്കെ നെഗറ്റീവ് വാക്കുകൾ പറയരുത്. ചെറിയ കുഞ്ഞുങ്ങളെ, എൻ്റെ കുഞ്ഞാന്നല്ലോ, എനിക്ക് വേറെ ആരുമില്ലല്ലോ, ഇവനെ ഉള്ളൂ, ഇവളെ ഉള്ളൂ എന്ന് പറഞ്ഞ് ചെറിയ തെറ്റുകൾക്ക് ശിക്ഷിക്കാതിരിക്കരുത്. ചെറിയ തെറ്റുകൾക്ക് ന്യായമായ ശിക്ഷ സ്നേഹത്തോടെ കൊടുക്കണം. 24-ഉം ഇവിടുത്തെ മാധ്യമങ്ങളും ഏഷ്യാനെറ്റുമൊക്കെ വീഡിയോ എടുത്തപ്പോൾ ഒരു കാര്യം വീഡിയോ എടുത്തു. എന്നറിയോ, അവിടെ ഇരിക്കുന്ന ട്രോഫികൾ, ആ വീട് നിറച്ച ട്രോഫികളാ. അത്രയ്ക്ക് സമർത്ഥന വിദ്യാർത്ഥി, മിടുക്കനാ. 2 സ്ഥലത്ത് 2 സാധനങ്ങൾ കൂട്ടിയിരിക്കുന്നു. ഒന്ന്, മുടികൾ ഒരു സ്ഥലത്ത് കൂട്ടിയിരിക്കുന്നു. ഇവൻ തന്നെ കട്ട് ചെയ്തൊരു സ്ഥലത്ത് അവൻ്റെ മുടി കൂട്ടിയിട്ടിരിക്കുകയാണ്. മറ്റൊരു സ്ഥലത്ത് സിഗരറ്റ് കൂട്ടിയിരിക്കുന്നു. സിഗരറ്റും വലിക്കുന്ന സാധനങ്ങളും എല്ലാം മറ്റൊരു സ്ഥലത്ത് കൂട്ടിയിട്ടിരിക്കുന്നു. 5 വർഷമായി പെറ്റ തള്ള ആ റൂമിലേക്ക് കയറിയിട്ട് 5 വർഷമായി. അടി തുടങ്ങിയത് ഇന്നും ഇന്നലെ ഒന്നുമല്ല. അമ്മയോട് എനിക്കൊരു ചെറിയ
ഒരു ക്ഷമാപണത്തോടൊരു കാര്യം പറയാനുണ്ട്. ഇതുപോലെ പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും അഭിഷക്തന്റെ കീഴിൽ കൊണ്ട് ചെന്നായിരുന്നെങ്കിൽ ഇന്നും ജോസ് എന്ന് പറയുന്ന വെള്ളടക്കാരൻ അഭിഷേകത്തോടെ ജീവിച്ചതിന് ഒരു കാര്യം കേട്ടോണം, നിന്റെ അനാവശ്യമായ ബാന്ധവങ്ങൾ ഇന്ന് രാവിലെ നീ അവസാനിപ്പിച്ചോണം. കർത്താവിനോട് പറയുക, നിനക്കുള്ള അനാവശ്യ ബാന്ധവങ്ങൾ നീ അവസാനിപ്പിച്ചോണം, അല്ലെങ്കിൽ ഒരു കത്തിയിൽ നീ അവസാനിക്കും. ഇന്ന് രാവിലെ ആവശ്യമില്ലാത്ത നിന്റെ ബന്ധം നിർത്താൻ കർത്താവ് എന്നോട് തൂതായിട്ട് പറയാ. ലഹരി ഉപയോഗിക്കാത്ത, മദ്യപിക്കാത്ത, ഞങ്ങളെ പുച്ഛിക്കുന്ന ആളുകളുണ്ട്. ഞാൻ തൻ്റെ ഇടത്തോടെ പറയുന്നേ, ഞങ്ങളുടെ ഇടയിൽ ഒരാളും മദ്യപിക്കത്തില്ലെന്ന്. അതിനെനിക്ക് തൻ്റെ ഇടമുണ്ട്. എന്ന് വെച്ചാൽ യേശുവിൻ്റെ പുതുതായിട്ട് വന്ന ആളുകളല്ല, സ്നാനപ്പെട്ട് ഞങ്ങളുടെ വിശ്വാസികളായിരിക്കുന്ന ഒരാൾ പോലും മദ്യപിക്കത്തില്ല. അതെന്റെ ഉറപ്പാണ്. ഇന്ന് പെന്തിക്കോസുകാരുടെ ഇടയിൽ മദ്യപിക്കുന്നവരുടെ എണ്ണം കൂടി, ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം കൂടി, ആളുകളുടെ എണ്ണം കൂടി. എന്താ കാര്യം എന്നറിയാമോ? ഇന്ന് പരസ്പരം സ്നേഹമില്ല, വീട്ടിൽ സ്നേഹമില്ല, ആമയും പറയുന്നില്ല. ഒരാളോട് കണ്ടാൽ മിണ്ടുകയല്ല, ഒരു പാസ്റ്ററെ മറ്റൊരു പാസ്റ്റർ കുറ്റം പറയുക. എൻ്റെ മനസ്സിനെ ഈ ജോസ് എന്ന് പറയുന്ന ആ പ്രിയ പിതാവിൻ്റെ കൊലപാതകത്തിൽ നിന്ന് എൻ്റെ മനസ്സ് ഇതുവരെ മാറിയിട്ടില്ല. അമ്മയുടെ പേര് സുഷമ്മ എന്നാണ്, അമ്മയുടെ പേര്. സുഷമ്മയും ജോസും നിങ്ങൾ ടി വിക്കകത്ത് നോക്കി വെച്ചാൽ മതി, അത്യാവശ്യം കണ്ടാൽ കൊള്ളാവുന്ന മനോഹര രൂപികളായ രണ്ട് മനുഷ്യർ. ഒത്തിരി സ്വസ്ഥതയോടെ നാട്ടിൽ അവരെക്കുറിച്ച് നല്ല പേരാണ്. ഈ ചെറുക്കനെക്കുറിച്ചും ഇന്ന് വരെ ഒരു ദുഷിച്ച പേരും സോഷ്യൽ മീഡിയ വന്നിട്ടില്ല. ഇല്ല, ഇന്ന് വരെ അവനെക്കുറിച്ച് കുഴപ്പമുണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല. അപ്പം നമുക്കാർക്കൊക്കെയോ എന്തൊക്കെയോ കുഴപ്പമുണ്ട്. മീഡിയക്കാരൊക്കെ കേട്ടോണം, എന്തൊക്കെയോ നമുക്ക് കുഴപ്പമുണ്ട്. നമ്മൾ പറയുന്ന എല്ലാവർക്കും അല്ല കുഴപ്പം, വേറെ ആർക്കുമോ കുഴപ്പം. കേൾക്കുന്നില്ലേ നിങ്ങൾ? അവനെ അപ്പനെ കൊന്ന കാര്യം അങ്ങോട്ട് വിവരിച്ച് കേൾക്കണം. കേട്ടാൽ നിങ്ങളും കരയും. എൻ്റെ പ്രസംഗം ഇന്ന് പ്രസംഗിക്കാൻ എനിക്ക് പറ്റുകയില്ല, അതുകൊണ്ട് ഞാൻ പ്രസംഗിക്കുന്നില്ല. നിങ്ങളുടെ ഒരു കാര്യം കേട്ടോണം. അപ്പനെ കൊന്നിട്ട് രക്തം മുഴുവൻ ഇവിടെ വാർന്നൊഴിഞ്ഞിട്ട് അവൻ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി. എന്നിട്ട് പറഞ്ഞ് ഞാൻ എൻ്റെ അപ്പനെ കൊന്നു. കുറ്റബോധമില്ല. എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ അവൻ, നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ അറിയോ, പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നതിന് മുമ്പ് അവൻ്റെ ഫോൺ അവന് ഫോർമാറ്റ് ചെയ്തു. എന്ന് വെച്ചാൽ പോലീസിൻ്റെ സൈബർ വിങ് നോക്കിയാൽ ഒരു സാധനം പെട്ടെന്ന് കണ്ടുപിടിക്കരുത്. കണ്ടുപിടിക്കുകയല്ല, അതെല്ലാം വീണ്ടെടുക്കും, എന്നാലും ഒറ്റ നോട്ടത്തിൽ കണ്ടുപിടിക്കരുത്. അത് മുഴുവൻ ഫോർമാറ്റ് ചെയ്തു. എന്നിട്ട് അവിടെ ഇരുന്ന് SHOയോട് പറയുന്നു, എൻ്റെ വീട്ടിൽ എനിക്ക് സ്വാതന്ത്ര്യമില്ല, എൻ്റെ വീട്ടിൽ സ്വാതന്ത്ര്യമില്ല. എടാ പൊന്നു മോനെ, ഏത് മുറി കയറാനാണ് നിനക്ക് സ്വാതന്ത്ര്യമില്ലാത്ത? അമ്മയോട് മിണ്ടാൻ സ്വാതന്ത്ര്യമില്ലയോ? പൈസ എടുക്കാൻ സ്വാതന്ത്ര്യമില്ലയോ? അവനെക്കുറിച്ച് അമ്മ പറയുന്ന വാക്കെങ്ങനെയാണെന്നറിയോ? രാവിലെ വീട്ടിൽ നിന്ന് പോയിട്ട് രാത്രി 12 മണിക്കോ 1 മണിക്കോ ഒക്കെ കയറി വരും. എവിടാണെന്ന് ചോദിച്ചാൽ അവൻ ആരോടും പറയില്ല, എനിക്കിഷ്ടമുള്ളത് പോയെന്ന് പറയും. ഇനി അടുത്തൊരു ചോദ്യം ചോദിച്ച തല്ലാണ് അമ്മയ്ക്ക്. മിണ്ടുകയല്ല, തല്ല് പേടിച്ച് മിണ്ടുകയല്ല. ഈ കൂട്ടത്തിൽ ഇങ്ങനെ ഏതെങ്കിലും അമ്മമാരിപ്പുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിൽ തുറന്നു പറഞ്ഞാൽ ഇന്ന് രാവിലെ കരയുന്നവൻ്റെ വിഷയം കൈകാര്യം ചെയ്യുന്ന ഒരു ദൈവം ഈ യോഗത്തിൽ വന്നിട്ടുണ്ട്.